നാളെ എൻ്റെ അഞ്ജുവിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. എന്നാ ഇങ്ങനെ നോക്കുന്നേ? സംഗീതത്തിലോട് അഞ്ജുവിനുള്ള ഉമ്മ. നാളെ എൻ്റെ അഞ്ജുവിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. എനിക്ക് ആക്ച്വലി 2 ആഴ്ചയായിരുന്നു ടിക്കറ്റ്. ഞാനത് പ്രീപോണ്ട് ചെയ്തിട്ട് അഞ്ജുവിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഞാൻ ആക്ച്വലി നാട്ടിൽ വന്നിട്ട് ഏകദേശം കറക്റ്റ് ഒരു മാസം, കൃത്യം ഒരു മാസം. രാവിലെ 4 മണി ആയിട്ടുണ്ട്. ചേച്ചി ഡേക്കും പറഞ്ഞേക്കും, ഡിങ്കറിനോടും പറഞ്ഞേക്കും. അപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, തുടങ്ങിക്കോ. ബൈ ബൈ, പോവാണേ, ടാറ്റ. ചെന്നിട്ട് വിളിക്കാം കേട്ടോ. കുഞ്ഞുമരത്തിന് അന്വേഷണം പറഞ്ഞേക്കാം. രാവിലെ 10:30 എൻ്റെ ഫ്ലൈറ്റ്. അപ്പൊ നമുക്കൊരു 7 മണിയാകുമ്പോഴേക്കും എയർപോർട്ടിൽ എത്തണം. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എന്നെ ഇറക്കി വിട്ടിട്ട് ഇവർ ജസ്റ്റ് പോവാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഹൈ ബൈ ഒന്നുമില്ല. 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റോടെ എനിക്ക് കയറാനുള്ള സമയമാവും. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുന്നു. ആക്ച്വലി നമുക്ക് അപ്പുറത്ത് വഴി പോകുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇടാൻ സൗകര്യം ഉണ്ടായിരുന്നു. ഒന്ന് രാവിലെ തിരക്കുള്ള ദിവസം തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ അർജുൻ്റെ മമ്മിയുണ്ട് നമ്മുടെ അടുത്ത്. ആൻറ്റി ദുബായിക്ക് പോകാം. അല്ലേ ആൻറ്റി ദുബായിക്കാണ്. ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ ദുബായിൽ നിന്നാണ് എൻ്റെ കണക്ഷൻ. മാഞ്ചസ്റ്റർ സമയം 7 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. ഇന്ത്യൻ സമയം ഒരു 12 മണി കേട്ടോ. അഞ്ജുനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കൊല്ലത്തൊരു ഷൂട്ടുണ്ട്. അപ്പം ഷൂട്ടിന് പോകാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കള്ളങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചു. അവളെ വിശ്വസിക്കുകയും ചെയ്തു. കാരണം എനിക്ക് കൊല്ലത്തൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പേ പോയിട്ടാ. അഞ്ജുവിന്റെ റിയാക്ഷൻ ആയിരിക്കും. റിയാക്ഷൻ ഞെട്ടിപ്പോവും. ചെറുതായിട്ട് ചെറുതായിട്ട് പേടിപ്പിക്കാം. അഞ്ജുവിന്റെ റിയാക്ഷൻ ആയിരിക്കും. പേടിക്കത്തൊന്നുമില്ല. ഞാൻ പേടിപ്പിക്കും. അതെങ്ങനെയാ കാണിച്ചു തരാം. അവിടെ ചെന്നിട്ടാണ് നമ്മളെ കുഞ്ഞുമരത്തിനെ പേടിപ്പിക്കത്തില്ല കേട്ടോ. അവൾ പേടിക്കത്തില്ല. അവൾക്ക് പേടിക്കാനുള്ള പ്രായമായില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ട്രോളി എടുത്തുകൊണ്ടിരാം. എനിക്ക് ഇപ്രാവശ്യം ലഗേജ് കൂടുതലായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനുള്ള കുറേ സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 5 കിലോ എക്സ്ട്രാ ബാഗേജ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നകത്തോട്ട്. അപ്പോൾ പോയിട്ടാ. ബൈ ബൈ, ടാറ്റ. അമ്മ പെട്ടെന്ന് വരാം. അപ്പോൾ കാണാം. അപ്പോൾ നടക്കട്ടെ. കുഞ്ഞുമരത്തിന് ഉമ്മയാൻ കൊടുത്തേക്കാം. ഞാൻ പോയേക്കുവാ. അപ്പോൾ ടാറ്റ. ഇതിനൊക്കെ കപ്പ പോവാണേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബാഗ് എടുത്തോണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ഇതുണ്ടോ? അപ്പോൾ യു കെക്കാ നമ്മൾ സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എവിടെന്നെങ്കിലും കയറാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ വലിയ തിരക്കില്ല. നമ്മൾ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവരുടെ അനിയത്തിനെ കൊണ്ടാക്കാൻ വന്നതാണ് കേട്ടോ അവർ. അപ്പോൾ നമ്മൾ എയർപോർട്ടിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ കൗണ്ടറാണ് കേട്ടോ. എമിറേറ്റ്സിന്റെ കൗണ്ടർ യൂഷ്വലി അങ്ങേ അറ്റത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഫ്ലൈറ്റ് കയറി ഉറങ്ങാണ് എൻ്റെ മെയിൻ പരിപാടി. കാരണം 2 ദിവസമായിട്ട് ഉറക്കമില്ല. നമ്മൾ കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ കേട്ടോ, എമിറേറ്റ്സിന്റെ കൗണ്ടർ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് എന്താണെന്ന് വിഷയമാണല്ലോ, ലഗേജ് പാക്കിംഗ് ആണ് കേട്ടോ. സെക്യൂരിറ്റിയിൽ വന്നിട്ട് ഇതെല്ലാം അഴിക്കണം. ഈ കാണുന്ന 3ഉം എൻ്റെ ട്രേസ് ആണ്. നമുക്ക് ക്യാമറയൊക്കെ കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മൾ സെക്യൂരിറ്റി റൂമിലേക്കും അഴിച്ച് ഫുള്ള് കാണിക്കണം. ചില സമയത്ത് എന്നെ അവിടെ പിടിച്ച് നിർത്താറുണ്ട്. ഇത്രയും ക്യാമറ ഉള്ളതുകൊണ്ട് അവർ ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് കേട്ടോ. ഇവിടുന്ന് തൽക്കാലം എനിക്കൊന്നും മേടിച്ചുകൊണ്ട് പോകാൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല. നമുക്കിനി നേരെ ഗേറ്റിലോട്ട് പോകണം. ഗേറ്റ് ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അവിടെ പോയി വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഗേറ്റ് നമ്പർ 4 ആയിരുന്നു. അവർ സോൺവൈസ് ആണ് വിളിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബോർഡിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ ദുബായ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് 1.5 മണിക്കൂറാണ് അവിടുത്തെ ബ്രേക്ക്. എങ്ങാനും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സാകും. ലാസ്റ്റ് ടൈം ശരിക്കും പറഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ ഫ്ലൈ ചെയ്തപ്പോഴേക്ക് എനിക്കൊരു ഫ്ലൈറ്റ് മിസ്സായതാണ്. നമ്മൾ അതിൻ്റെ റെയിലിട്ടായിരുന്നു. എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ നിന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ട് എടുത്തു. എനിക്ക് 1.5 മണിക്കൂറായിരുന്നു ട്രാൻസിറ്റ്. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി. സോറി, 25D. സോറി. താങ്ക് യു. ഹലോ, ഹായ്. സുഖമായിട്ടിരിക്കുന്നു. എങ്ങോട്ടേക്കാ? സ്റ്റാഫാണോ? ഞാനിപ്പം UK-ക്ക്. പേരെന്നാണ്ട്? ലാജു. നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കാണാമോ? ഇല്ല, കുഴപ്പമില്ല. ശരി. അപ്പോൾ കാണാം കേട്ടോ. ബൈ കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡിങ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ഫുള്ളാണ് കേട്ടോ. ഇതുണ്ടല്ലോ 25D കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. 25D 20 ആയതേ ഉള്ളൂ. താങ്ക് യു. ഫൈനലി നമ്മൾ ബോർഡിങ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ഫുള്ളാണ്. ഇവിടെ നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ദുബായിൽ 1.5 മണിക്കൂറാണ് നമ്മുടെ ട്രാൻസിറ്റ് ടൈം. അവിടുന്ന് മാഞ്ചസ്റ്റർ. അപ്പോൾ ഇരിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. അതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ഏകദേശം 4.5 മണിക്കൂർ നേരത്തെ ഫ്ലൈറ്റ് നമ്മൾ ദുബായ് ലാൻഡ് ചെയ്ത്. ഞാൻ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് 7 മണിക്കൂറാണ് ഫ്ലൈറ്റ് ഉള്ളത് കേട്ടോ. ഇവിടുന്ന് 7 മണിക്കൂറാണ് മാഞ്ചസ്റ്ററിലെത്തും. ഇവിടുന്ന് ഇനിയിപ്പോൾ അടുത്ത ഗേറ്റിലോട്ട് പോവാം. ഈ ദുബായ് എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങി നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടു. ആളുടെ പേര് താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി കാണാം. സോറി. നമ്മുടെ ഫ്ലൈറ്റ് EK019 ആണ്. മാഞ്ചസ്റ്റർ A8 ആണ് ഗേറ്റ് കേട്ടോ.
ഗേറ്റ് 8 ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ ലീഡ്സ് അല്ലേ ഏട്ടാ? ചേട്ടൻ്റെ പേര് ടോം എന്നാണ് ചേട്ടൻ്റെ പേര്. ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടാണ്. ഞങ്ങൾ സെയിം ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഇവിടെ ഇത്ര നേരം ഒരു ക്യൂ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബോർഡിങ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് എണീറ്റ് വന്നപ്പോഴേക്കും ഫുള്ള് ക്യൂ. അഞ്ജുവിനെ പറ്റിക്കാനായിട്ട് എനിക്ക് ഇവിടെ ഒരു സഹായിയുണ്ട്, എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. ആരാണ് അവിടെ ചെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബോർഡിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴേക്കും തന്നെ നമ്മുടെ സോൺ വിളിച്ചിട്ടുണ്ട്. സോൺ സി ആണ് ഞാൻ. പക്ഷേ ചേട്ടന് ആക്ച്വലി അവിടെ ഒരു സ്ക്രീനിങ് കൂടെ ഉണ്ട് കേട്ടോ. ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബോർഡിംഗ് പാസ് വെച്ചിട്ട് അവിടെ ഒരു സ്ക്രീനിങ് കൂടെ ഉണ്ട്. ചിലപ്പോൾ ദുബായിൽ വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് രണ്ടാമത് ഒരു സ്ക്രീനിങ് കൂടെ ഒരു സെക്യൂരിറ്റി കൂടെ കാണുമായിരിക്കും. അപ്പോൾ ചേട്ടൻ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോകുന്നു. ശരിക്കും ഞാൻ ഇതുവരെ മാഞ്ചസ്റ്ററിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടായൊരു സംഭവമില്ല. കാര്യം എന്ന് വെച്ചാൽ കൊച്ചിനെ കാണാതിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതാണ് ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പെടകയെന്ന് പോകുന്നത്. കാരണം അവളെ കാണാതിരിക്കാനായിട്ട് പറ്റുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനിടയ്ക്ക് അവളുടെ മൈൽ സ്റ്റോൺസൊക്കെ അവൾ അച്ചീവ് ചെയ്ത് വരുന്നു. അതായത് അവൾ ചെറുതായിട്ട് ഇരിക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ കുഞ്ഞായിട്ട് പല്ലൊക്കെ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവളുടെ ഈ ഒരു ഏജിലെ മൈൽ സ്റ്റോൺസൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇനി അങ്ങനെ ഒരു സമയം നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ സമയം പെട്ടെന്ന് കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാട്ടിലെ വർക്കൊക്കെ കുറേ മാറ്റി വെച്ച്, ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിൽക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ പണിയുണ്ട്, പ്രൊമോഷൻസ് വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ കാര്യം അവളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ, വലിയ ഫ്ലൈറ്റാണ്. അപ്പോൾ മാഞ്ചസ്റ്ററിൽ നമ്മൾ ചെന്നിട്ട് അഞ്ജുനെ ഞാൻ പേടിപ്പിക്കും കേട്ടോ. ഇപ്രാവശ്യം അഞ്ജുനെ ഉറപ്പായിട്ടും പേടിപ്പിക്കും. അപ്പോൾ അവിടെ എനിക്കൊരു സഹായമുണ്ട്. അവിടുത്തെ സഹായം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോകുന്നു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. 81G. താങ്ക് യു. എന്തായാലും ആദ്യം കയറി നന്നായി. എൻ്റെ സീറ്റ് ഏറ്റവും പുറകിലാണ്. The 81, I believe, is the last row on that cabin. This is 82. This is 81, right? 81G. Oh yeah, sorry, this is I'm 81. sorry. 81G is this seat. This seat, yeah. Thank you. ഞാൻ ആക്ച്വലി വീണ്ടും ഒരു ടിക്കറ്റ് വെക്കുമായിരുന്നു 81G അല്ലേന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും എനിക്ക് ടിക്കറ്റ് മാറിപ്പോകുന്നതാണ് കേട്ടോ. കാര്യം ഇത് ബാസിനെറ്റുള്ള സീറ്റാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ശരിക്കും പറയാം ഭയങ്കര എക്സ്പേസ് ആണ് ഇവിടെ. അതുപോലെ തന്നെ ബാസിനെറ്റ് പിള്ളേർക്ക് നമ്മൾ ആക്ച്വലി കുഞ്ഞു കുട്ടികൾ ന്യൂ ബോൺസിനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുട്ടികൾ ഉറങ്ങി കഴിയുമ്പോഴേക്കും ഇവിടെ കിടത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ നോക്കിയത്. പക്ഷേ എൻ്റെ സീറ്റ് ഇത് തന്നെയാണ്. ശരിക്കും ഈ A380 ഫ്ലൈറ്റ് അടിപൊളിയാണ് കേട്ടോ. കാര്യം വെച്ചാൽ ഭയങ്കര സ്പേസും അതുപോലെ തന്നെ സീറ്റൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇവിടുന്ന് 7 മണിക്കൂർ 7.5 മണിക്കൂറാണ് മാഞ്ചസ്റ്റർ. ആസ് യൂഷ്വൽ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ഒരു പേരൻറ്ഹുഡിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്ക് ശരിക്കും പറയാം നമ്മുടെ ലൈഫ് മൊത്തം മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നമ്മുടെ പേരൻസിൻ്റെ സിറ്റുവേഷൻ നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഓരോ സ്റ്റേജിലും അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു നമ്മൾ എപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ മാഞ്ചസ്റ്ററിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സമയം 7:32 തോന്നുന്നു. ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് നല്ല തണുപ്പായിരിക്കും, 5 ഡിഗ്രി തണുപ്പ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടുന്ന് ഇമിഗ്രേഷൻ ബാഗേജ് കളക്ട് ചെയ്യുക. ഈ മിക്കവാറും ഞാനിന്ന് പെട്ടുപോകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വെറ്റേഴ്സും ജാക്കറ്റും ഒന്നുമില്ല. ഇവിടെ 5 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ്. അഞ്ജുന് ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു. എടി കൊല്ലത്തായിരുന്നു ഷൂട്ട്, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, വീട്ടിലെത്തി കുളിക്കാൻ പോവാണ്, കുളിച്ച് കഴിച്ചിട്ട് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു. കാരണം ഐഡിയയിൽ ഒരു അരമണിക്കൂറിന് ഞാൻ പുറത്തിറങ്ങേണ്ടതാണ്. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇമിഗ്രേഷൻ ഒത്തിരി സമയം എടുത്തു കേട്ടോ, ഏകദേശം 1 മണിക്കൂർ എടുത്തു. നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്കൊരു ട്രോളി എടുക്കണം. നമ്മളിവിടെ വന്നിട്ട് ഇതിനകത്തേക്ക് ജസ്റ്റ് ഒരു കോയിൻ ഇടുക. ഇവിടെ ഗ്രീൻ കത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ കണ്ടേ സന്തോഷം. ഞാൻ വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ടോ? വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ടോ? ആ പിന്നെ അതിനിപ്പോ തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ചേട്ടനെ കണ്ടിട്ട്, ചേട്ടൻ നാട്ടിലെ റാന്നിയാണ്. ചേട്ടന്റെ പേര് രഞ്ജിത്ത്. ഒരു മീറ്റിംഗ് വന്നാ അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്, കാണാം. ശരി കേട്ടോ, ശരി. ആദ്യമായിട്ടാണ് എന്റെ ചൂണ്ട ബെൽറ്റിൽ വരുന്നത് കേട്ടോ. കാര്യം വെച്ചാൽ ഇത് ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് സാധാരണ ഒരു ബെൽറ്റിൽ ഇടാറില്ല. കാരണം ഇത് തിരിയുന്ന സമയത്തേക്കും താഴെ പോകും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ചൂണ്ടൻ കിട്ടിയിട്ടുണ്ട്. ഓൾ സെറ്റ്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബാഗെല്ലാം കിട്ടി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ടാക്സി എടുക്കുക. ഇവിടുന്ന് നമ്മൾ ടെർമിനൽ 1 പുറത്തേക്ക് ഇറങ്ങി ടാക്സി ഉണ്ട് കേട്ടോ. ടാക്സികൾ ഒത്തിരി വരുന്നുണ്ട്. കാര്യം ഇവിടെ എന്ന് വെച്ചാൽ എയർപോർട്ടിൽ ടാക്സികൾ ഇവിടെ വന്ന് നിർത്തും. നമുക്ക് ഇഷ്ടമുള്ള ടാക്സി നമുക്ക് എന്ന് എടുക്കാം. പക്ഷേ റേറ്റ് കൂടുതലായിരിക്കും. ഫിക്സ്ഡ് റേറ്റ് ആയി മിക്കവാറും 25 പൗണ്ടൊക്കെ ആയിരിക്കും. കാര്യം എനിക്ക് ഇവിടുന്ന് 10 പൗണ്ടിൻ്റെ ഓട്ടോ ഉള്ളൂ. നമ്മുടെ ടാക്സി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടുന്ന് ടാക്സി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അജയ്ക്ക് മെസ്സേജ് അയക്കുക, അജയിനെ സെറ്റാക്കുക. അതാണ് നമ്മുടെ പ്ലാൻ. സമയം രാത്രി 9:30. ഇത് എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞാൻ എന്നിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. 5 ഡിഗ്രിയൊക്കെ ഉള്ളൂ. ആ പുറകെ കാണുന്നതാണ് നമ്മുടെ വീട്.
പക്ഷേ എനിക്കിപ്പോൾ ഇതിലോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചെന്ന് അഞ്ജുവിനെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുവാണ്. നാളെയൊക്കെ പിന്നെ ഇതിൻ്റെ പുറകെ എത്ര 1, 2, 3 ദിവസം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അർജുനെ വിളിച്ച് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ വീഡിയോഗ്രാഫർ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കായിരുന്നു. അവരിറങ്ങുമ്പോൾ വിളിക്കാം. ശരി, ഓക്കെ. വളരെ നൈസായിട്ട് ഞാൻ അഞ്ജുനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന നിർത്തുന്നത് ശരിക്കും പറയാം നല്ല ഒച്ച വിളിച്ചാൽ കേൾക്കാൻ പറ്റുന്നത്. ഇതാണ്ടല്ലോ ആ പുറകെ കാണുന്നത് നമ്മുടെ വീട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അവരിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ബാഗ് കിട്ടാൻ അങ്ങോട്ടേക്ക് പോകണം. നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലാണ്. തണുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അജയ് ആണെങ്കിൽ ബാക്കിലെ ഡോറും അതുപോലെ തന്നെ എല്ലാം തുറന്നിട്ടേക്കുവാണ്. ഇനി വെട്ടമൊന്നും കാണത്തില്ല. ഇവിടെ നൈസായിട്ട് ബാഗെല്ലാം എടുത്ത് അകത്ത് വെക്കുവാണ്. ഇതൊരു ബാക്കിയാണെങ്കിൽ ആരോട് കയറി കുഞ്ഞാപ്പൂ, എടാ കുഞ്ഞാപ്പൂ, എന്നാ ഇങ്ങനെ നോക്കുന്നേ? നിനക്കൊരു ഡൗട്ടെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്രാവശ്യം? സത്യം പറ. നിനക്ക് ഒരു ഡൗട്ടെങ്കിലും ഉണ്ടായിരുന്നോ? എടാ കുഞ്ച്, എന്റെ കൈ തണുത്തിരിക്കും, അത് ഞാൻ എടുത്തേ. കുഞ്ഞു മൈക്കെ പിടിക്കാൻ പോവാണോ? അവനെന്തി ടാക്സി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നീ വിചാരിച്ചായിരുന്നോടി? ഒരു ഇച്ചിരി ഇങ്ങനെ വിചാരിച്ചായിരുന്നോ? വളരെ ബുദ്ധിപരമായ ഒരു ഇവൾക്ക് മാത്രം ഇവരോട് കഴിഞ്ഞ ദിവസം പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെ ഷോക്ക് മാറി വരുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും ഫുഡ് കഴിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഞാനും അജയും കഴിക്കാൻ നന്നായി. ഞങ്ങൾക്ക് മീൻമറത്തുണ്ട്, നല്ല ആറ്റുവാള ഞങ്ങൾ പിടിച്ചോണ്ട് ഞങ്ങൾ ഇന്ന് തിന്ന് തീർക്കും കേട്ടോ. കുഞ്ഞാപ്പൂ, നിനക്ക് ഇച്ചിരി മീൻമറത്ത് തരട്ടടി. നിനക്ക് പഞ്ഞപ്പുല്ലേ കൊണ്ടുവന്നിട്ടുണ്ട്, കുറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞാപ്പൂന്. ഇഷ്ടം പോലെ എല്ലാം കിട്ടി. ഞാൻ 5 കിലോ ലഗേജ് എക്സ്ട്രാ കൂടെ എടുത്തു. നല്ല തണുപ്പല്ലേ? ഞാനാണെങ്കിൽ അവിടെ നിന്ന് വന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് അവിടെ ഒരാൾ ഭയങ്കര കളിയാണല്ലോ. എന്ത് വർത്താനം? എന്റെ ഫോണാണോ വർത്താനം? തമ്പി ഹലോ ഇന്നൊരാൾ ഇവിടെ കേക്കിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ചെറിയ കേക്ക് മേടിച്ച് കട്ട് ചെയ്താലെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ചെറുതല്ല, വലിയ കേക്കാണ് മേടിച്ചത്. ഹായ് കുഞ്ഞുമറിയം. ഹായ്. ഹായ്. സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പയുടെ അമ്മയുടെ. കണ്ണു നിറഞ്ഞോ? അതെന്തിനാ കണ്ണു നിറഞ്ഞേ? നമ്മുടെ കേക്ക് ഇവിടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങളിവിടെ നോക്കുമായിരുന്നു എത്ര നേരം ആരാണ്. ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ ആളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു കരച്ചിലുണ്ട്. അതിനുള്ളിലേക്ക് അങ്ങ് മാറിക്കോളും കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. മാഞ്ചസ്റ്ററിലുള്ള ആർക്കെങ്കിലും ഇനി പറഞ്ഞ പോലെ കേക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലേ? ഇത് ആക്ച്വലി ജോയ്സ് എന്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞങ്ങൾ മാന്നാനം കേക്ക് കോളേജിൽ ഒരേ ഭാഷയായിരുന്നു, ഒരേ സമയമായിരുന്നു. പക്ഷെ എന്നെക്കാൾ ഒരു വർഷം സീനിയറായിരുന്നു അല്ലേ? അപ്പം വേറെ ആർക്കെങ്കിലും കേക്ക് വേണമെങ്കിൽ അല്ലെ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം വീഡിയോക്ക് പറയാം കേട്ടോ. ശരി ശരി. ഒരു ബബ എടുത്തു. ബബ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബാവോ ലിബി കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞാനും അഞ്ജും 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഒരുമിച്ചുള്ളത് അല്ലേ? ശരിക്കും ഒന്നും പ്ലാൻ ചെയ്തതല്ല. ഇതിന്റെ പുറകിലെ സൂത്രധാര സെന്ററിൽ നിൽക്കുന്ന ആളാണ്. സൂത്രധാരയാണ് ആ നിൽക്കുന്നത്. ബാക്കി സൂത്രധാരന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, കേക്ക് കട്ടിയാൻ വേണ്ടി പോവാണ്. വാവോ ഇതൊന്ന് ഓപ്പൺ ആക്കുവാവും. ഹാപ്പി ആനിവേഴ്സറി സെബിൻ ആൻഡ് അഞ്ജു. ഭയങ്കര രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് റോസ് ആണ്. ഒരു രക്ഷയില്ല. ഇവിടെ ഒരാള് പാവം കഴിച്ചു വയ്ക്കോ അല്ലെ? എല്ലാവർക്കും അല്ലേ?
കുഞ്ഞാക്കോ